ഹലോ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയുണ്ട്? ഇത് ഒരു ബാർബഡോസ് ചെറി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. സ്വീറ്റാണോ ചോദിച്ചാൽ സ്വീറ്റാണ്. നല്ല പഴുത്ത് കഴിഞ്ഞാൽ നല്ല സ്വീറ്റാണ്. പക്ഷേ എന്താ ഈ ഒരു പരുവൊക്കെ എത്തുകയാണെങ്കിൽ എന്താണ് ഭയങ്കര പുളിയാട്ടോ. അതിന് ഭയങ്കര രസം അതിങ്ങനെ ഉണ്ടായി കാണാൻ വേണ്ടിയിട്ട്. ക്യാമറയിൽ എത്രത്തോളം ക്ലിയറായി കിട്ടുന്നുണ്ടെന്ന് അറിയില്ല. എന്നിട്ട് ഭയങ്കര രസമാണ് കാണാൻ. ചെടിയിലിങ്ങനെ തൂങ്ങിക്കിടക്കണം. നമ്മളെ ഗാർഡനിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഇത് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. അത്യാവശ്യം വലിയ മരമായിട്ടൊന്നും പോവില്ല. ഒരു സം കൈൻഡ് ഓഫ് ഒരു ഗാർഡനിലൊക്കെ വെക്കാൻ പറ്റുന്ന എന്നാൽ പരന്നിങ്ങനെ മുകൾ ഭാഗം ഇങ്ങനെ പരന്നുണ്ടാവുന്ന തരത്തിലുള്ളൊരു ചെറിയുടെ ട്രീ ആണിത്. നല്ല രസമാണ്. ചെടി നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല രസം. നമ്മൾ അതിൻ്റെ അടിഭാഗത്ത് ഒരു കെട്ടൊക്കെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇതിപ്പോൾ കുറച്ച് ഉണ്ടായിട്ടുള്ളൂ. അതിൻ്റെ ഒരു ഉണ്ടാവുന്നൊരു പീരീഡ് കഴിഞ്ഞ് പിന്നെ രണ്ടാം വട്ടം വീണ്ടും ഉണ്ടായതാണ്. ഇതിപ്പോൾ കൊടുന്ന് വെച്ചിട്ട് കുറച്ച് കാലമായി, ഒരു 3-4 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷേ കാണുമ്പോൾ ഭയങ്കര സ്വീറ്റാ തോന്നും. പക്ഷെ പുളിയാണ് സംഭവം. നൈസല്ലേ, നല്ല ലുക്കില്ലേ കാണാൻ. ഇങ്ങനെ ചെടിയാണെങ്കിലും നമ്മളെ ഗാർഡനിലേക്ക് ഒരു മൂലയ്ക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഭാഗമായതുകൊണ്ടാണ് ഇത്രയും നന്നായിട്ടത് ഉണ്ടായിട്ടുള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിനു മുമ്പ് ഒത്തിരി ഉണ്ടായിരുന്നു. നന്നായി പൂക്കുക, നന്നായി കായ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ അത്യാവശ്യം പഴുത്തതാണ്. നല്ല പഴുത്ത് കഴിഞ്ഞാൽ നല്ല റെഡ് കളറായിരിക്കും. അപ്പോൾ ഇതിനൊരു ചെറിയൊരു പുളി എന്തായാലും ഉണ്ടായിരിക്കും. 3 സീഡ്സാണ് ഇതിലുണ്ടാവുക. പിന്നെ ഒരു ഇളംപുളി ഉണ്ട്. പക്ഷേ എനിക്കിപ്പോൾ അത് ഫീൽ ചെയ്യുന്നില്ല. കാരണം ഇനിയിപ്പോൾ മറ്റൊരു പച്ചെടുത്ത് കഴിക്കുകയാണെങ്കിലും എനിക്കത് സ്വീറ്റായിട്ടേ തോന്നുള്ളൂ. അതിന് കാരണം ഈ മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ ചെടിയും അതിലുണ്ടാകുന്ന നല്ല സ്വീറ്റാണോ അതത്ര സ്വീറ്റില്ല, എന്നാലൊരു മധുരത്തോട് കൂടിയിട്ടുള്ളൊരു ഫ്രൂട്ട് തന്നെയാണ്. നല്ല പഴുത്ത് കഴിഞ്ഞാൽ അതും നല്ല റെഡ് കളറായിരിക്കും. അപ്പോൾ ഇത് കഴിച്ചിട്ട് എന്നിട്ട് ചെറി കഴിക്കുകയാണെങ്കിൽ അത്ര പുളി ഫീൽ ചെയ്യില്ല. പുളി തന്നെ ഫീൽ ചെയ്യില്ല. നല്ല മധുരമായിട്ട് തോന്നും. നല്ല പഴുത്ത മിറാക്കിൾ ഫ്രൂട്ടാണ് കഴിക്കുന്നത് വെച്ചാൽ, അതിൻ്റെ കൂടെ പഴുത്ത ചെറിയാണ് കഴിക്കുന്നത് വെച്ചാൽ നമുക്കൊരു തരിപ്പോട് കൂടിയിട്ടുള്ള ഒരു മധുരമാണ് നമുക്ക് ഫീൽ ചെയ്യുക. പിന്നെ ഈ മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേരത്തേക്ക് ഈ ഒരു എന്ത് പുളിയുള്ളത് കഴിച്ചു കഴിഞ്ഞാലും നമുക്കത് മധുരമുള്ളതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഈ ഷുഗർ പേഷ്യൻസ് അല്ലെങ്കിൽ ഷുഗർ ക്രേവിങ്സ് ഒക്കെ ഉള്ളവർക്ക് നല്ലൊരു ഓപ്ഷനായിട്ട് നമുക്കിതിനെ കണക്കാക്കാവുന്നതാണ്. ഇപ്പോൾ ഒത്തിരി ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറേ കഴിഞ്ഞു. കുറച്ച് ഉള്ളത് അമ്മ പറിച്ചു വെച്ചിട്ടുണ്ട്. കാരണം പറിച്ചു വെച്ചില്ലെങ്കിൽ കുരങ്ങന്മാരൊക്കെ ശല്യം ഇവിടെ ഭയങ്കരമാണ്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ പറിക്കാറുണ്ട്. അതേപോലെ പറിച്ചു വെച്ചാണിത്. ചെറിയും കുറേ പറിച്ചു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മിറാക്കിൾ ഫ്രൂട്ട് ഉള്ളതും ഞാനിത് പറയുമ്പോൾ പോലും എൻ്റെ വായിലേക്ക് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വർഷമായി, ഇപ്പോൾ 4 വർഷത്തോളമായി തോന്നുന്നു ഈ ചെറി വെച്ച് പിടിപ്പിച്ചിട്ട്. കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ ചെടിയുടെ വെച്ച് പിടിപ്പിച്ചത്. ഇത് കറക്റ്റ് മുറ്റത്താണ് കുഴിച്ചിട്ടുള്ളത്. പക്ഷേ എത്രയും വലിയ ചെടിയാവും ഞങ്ങൾ വിചാരിച്ചത് നോർമലൊരു ചെടിയായിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ അത് മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ ആയിരുന്നു. ഏട്ടൻ കൊടുന്നതാണ്. അപ്പോൾ അത് കുഴിച്ചിട്ടു, ഉണ്ടായി. അപ്പോൾ ഇത്രയും ഒരു സർപ്രൈസിങ് ആയിട്ട് അത് ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം, മിറാക്കിൾ ഫ്രൂട്ട് പൊട്ടിച്ച് കഴിക്കുകയും ചെയ്യാം. കുറച്ച് കഴിഞ്ഞിട്ട് ചെറിയും കൂടിയും കഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു മധുരമുള്ള മുറ്റത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ അതാണ് പരിപാടി. ഇതെടുക്കുക, പൊട്ടിക്കുക, മറ്റേ ചെറി കഴിക്കുക. ഞാൻ ഒരുപാട് ചെറി നമ്മൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് ഒത്തിരി ഉണ്ടാവും. പിന്നെ ആദ്യം ഇത് കുഴിച്ചിട്ട സമയത്ത് വീട്ടിൽ ആടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പൊന്താൻ സമ്മതിക്കില്ല. ഏത് മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ ചെടി അവർ കഴിക്കാറുണ്ടായിരുന്നു. പിന്നെ ആടുകളൊക്കെ സാഹചര്യം മൂലം ഒഴിവാക്കി. പിന്നെ അത് പൊന്തി വന്ന് ഇപ്പം അങ്ങനെ ആയിട്ടുണ്ട്. കൊള്ളാമല്ലേ? ഞാനൊരു വീഡിയോയിൽ മിറാക്കിൾ ഫ്രൂട്ടിനെ കുറിച്ച് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ കണ്ടപ്പോൾ കഴിച്ചാൽ കൊള്ളായിരുന്നു എന്നൊക്കെ തോന്നി. പിന്നെയാണ് ഇത് നമ്മളെ വീട്ടിൽ ആയപ്പോൾ നമുക്ക് കൊള്ളാലോ, നമുക്കിപ്പോൾ പുളിയുള്ള പച്ചമാങ്ങയോ നാരങ്ങയോ പുളിങ്ങയോ എന്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അപ്പോൾ ഇതിപ്പോൾ കാണിക്കുന്നത് ആദ്യമായിട്ട് ഉണ്ടായപ്പോൾ ഉള്ള വീഡിയോ ആണ്. കൗതുകത്തിൽ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, ഏട്ടനൊക്കെ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ്. അതിൽ അമ്മ ഒരു കിളിക്കൂടൊക്കെ സെറ്റ് ചെയ്ത്, അമ്മ ഉണ്ടാക്കിയതല്ല, വീണ് കിട്ടിയതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. താങ്ക് യു.